ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനം നടത്തി, ഞാൻ അവിടെ ടെലിവിഷൻ വെച്ചു, പ്രതികളെ ഞാൻ കാണിച്ചു, നമ്പറുകൾ ഞാൻ കാണിച്ചിരുന്നു, 100 കണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത്. അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും. ആ പറയുന്ന കോളർ ID കോളർ ലിസ്റ്റ് പുറത്തു വിടണം. ഈ ഇരിക്കുന്ന നിങ്ങളും എന്റെ കുടുംബം അടക്കം എന്തെങ്കിലും ഭയങ്കര ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും മനുഷ്യന്. ആ ജയിലിൽ നിന്ന് എനിക്ക് പോരാൻ കഴിയില്ല. ആ പ്ലാന് ദൈവാധീനം കൊണ്ട് അദ്ദേഹം അത് ഓരോന്നും ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് എന്നെ ലോക്ക് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത്. കാരണം ഞാൻ അതിന്റെ 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ, പരാതി കൊടുത്തതല്ലേ, ഡീറ്റെയിലായി സംസാരിച്ചതല്ലേ. അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത്, അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞെന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത്. അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടത്തരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. നാളെ കൊൽക്കത്തയിൽ പോകുന്ന തൃണമൂൽ കോൺഗ്രസ് നടത്താൻ കൂടിക്കാഴ്ചയ്ക്കും. അതെ അതെ, നാളെ എന്താ സ്വാഭാവികമായും ദേശീയ പാർട്ടി ദേശീയ ലീഡർഷിപ്പിനെ കാണുന്നു. ഒരു പാർട്ടിയാണെങ്കിൽ മാറ്റില്ല. അല്ല, അത് ഈ UDF ചർച്ചയുടെ ഭാഗമായിട്ടുള്ള അതൊന്നുമില്ല. ഞാൻ 2 ആഴ്ച മുന്നേ ശ്രമിച്ചത് നമ്മുടെ വക്കഫുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഗവൺമെന്റിന്റെ വിഷയത്തിലുണ്ടായിട്ടാണ് നിന്നുപോയത്. ഇന്നലെ ഞാൻ കാണും ഈ വിഷയങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ടാവും. സാങ്കേതികെന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടുള്ള പ്രവേശനമുണ്ടാകും. അപ്പം ഏതെങ്കിലും രീതിയിലായിരിക്കും പ്രതീക്ഷയുണ്ടാവും. നമ്മളതിൽ ഹാപ്പിയാണ്. ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതിന് ഇനി ഒരുപാട് എന്താ പറയുക കടന്നുപോക്കുകളുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘടകകക്ഷിയാവുക എന്നതല്ല. അതിന് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധമുണ്ട്. ആ ദേശീയ രാഷ്ട്രീയത്തില് മമതാജിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഹുൽജിയും ഒക്കെ ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളില്ല. ഇപ്പൊ നമ്മൾ അതേ സമയത്ത് തന്നെയാണ് അവിടെ ഇലക്ഷൻ വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങൾ കോൺഗ്രസുമായി മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടുള്ളതാണ്. ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാനും രാഷ്ട്രീയ. കാരണം BJP അതിന്റെ എല്ലാ പരിശ്രമങ്ങളും നടക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ പോലെയോ അതിലപ്പുറമോ CPM BJPയോടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ AITCക്ക് മറികടക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും ആന്റി കമ്മ്യൂണൽ, ആന്റി ഫാസിസ്റ്റ്, ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ എന്താ പറയാ ആശയമുള്ള തൃണമൂലിനാണ് യോജിച്ചെന്ന് വരാം. അതൊക്കെ വരാനിരിക്കുന്ന പൊളിറ്റിക്സ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.